നമസ്കാരം. KPCC പ്രസിഡന്റ് ആര് എന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. അതിൽ VD സതീശൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏക ഡിമാൻഡ്, അത് ന്യായവുമാണ്, കുറച്ച് ജെന്യുവിനായിട്ടൊരു ഡിമാൻഡാണ്. ഭരണവുമായി അല്ലെങ്കിൽ സർക്കാരുമായി, UDF സർക്കാരുമായി ചേർന്ന് പോകുന്ന, സർക്കാരിൻ്റെ നയങ്ങളുമായി ചേർന്ന് പോകുന്ന ഒരു KPCC പ്രസിഡന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. VM സുധീരൻ KPCC പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ എന്ന് പറഞ്ഞാൽ വ്യക്തിക്കെതിരെയല്ല, നയത്തിനെതിരെ. സർക്കാർ എന്ന് പറയുന്നത് സേവ്യർ അലോഷ്യസ് എന്ന് പറയുന്ന KSUവിൻ്റെ ഒരു നേതാവ് ഇതുപോലത്തെ ഒരു വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കി. ഒരാൾ പണ്ട് SFI ആയിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ബഹളമൊക്കെ അവസാനം ഇന്നലെ ചർച്ച നടന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുമായിട്ട്. ആ അലോഷ്യസ് സേവ്യറെ പരസ്യമായി VM സുധീരൻ വിളിച്ച് അഭിനന്ദിച്ചു. ഇങ്ങനെയുള്ള ആൾ പക്ഷേ KSUവിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ എല്ലാ കാലത്തും DYFI, SFI, യൂത്ത് കോൺഗ്രസ്, അങ്ങനെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ അഭിപ്രായം നിർഭയം പറയാറുണ്ട്. അവർ പറയുന്ന ഒരു വശത്ത് പറയും, ഗവൺമെൻറ് മറ്റൊരു വശത്ത് നിൽക്കും. പക്ഷേ ഇപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയകളൊക്കെ വളരെ സെൻസിറ്റീവ് ആയപ്പോഴാണ് അതിനെ വ്യക്തിയധിഷ്ഠിത നിലവാരത്തിലേക്കൊക്കെ താഴ്ത്തിക്കൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ അത് പ്രശ്നാധിഷ്ഠിത നിലപാടിൽ നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ VM സുധീരൻ്റെയൊക്കെ വസന്തകാലത്ത് പ്രശ്നാധിഷ്ഠിതമാണ്. അവരവരുടെ അഭിപ്രായം പറയും, ഇവരുടെ അഭിപ്രായം ചെയ്യും, രണ്ടും. പക്ഷേ ശത്രുതയില്ല. ആ പറഞ്ഞ് ഇപ്പോൾ VM സുധീരൻ ഒരു പ്രസ്താവന ഇറക്കി, മദ്യനയം ശരിയല്ല എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം ഉമ്മൻചാണ്ടിയെ വിളിക്കും, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഇങ്ങോട്ട് വിളിക്കും. അതിൻ്റെ അടുത്ത നിമിഷം രണ്ടുപേരും കൂടി അനുസ്മരണ സമ്മേളനത്തിൽ ഇരിക്കുന്ന കാണാൻ ആരുടെയെങ്കിലും. അതാണ് രാഷ്ട്രീയം. അല്ലാതെ വ്യക്തിപരമായ എതിർപ്പുകളോ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാറില്ലായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടി കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. മാത്യു കുഴൽനാടനായിരിക്കുമോ KPCCയുടെ പ്രസിഡന്റ് എന്നൊരു വാദം വരുന്നുണ്ട്. ബെന്നി ബെഹനാൻ്റെ പേരും ഉണ്ട്, ആൻറ്റോ ആൻ്റണിയുടെ പേരുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ശക്തനായി രംഗത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം AK ആൻ്റണിയുടെ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട്. ശിവഗിരി മഠത്തിൻ്റെ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട്. പലരുടെയും സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുന്നു. കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹം ചിലപ്പോൾ ആയിക്കൂടായികയില്ല. MM ഹസൻ KPCCയുടെ പ്രസിഡന്റ് ആയാൽ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷക്കാർക്ക് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത വന്നാൽ MM ഹസന് സാധ്യതയുണ്ട്. ക്രിസ്ത്യൻ ആളുകളെ തന്നെ പരിഗണിക്കണമെന്ന് പറഞ്ഞാലാണ് ഈ ബെന്നി ബെഹനാൻ, ആൻറ്റോ ആൻ്റണി അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ അങ്ങനെയുള്ളവർക്കുള്ള ഒരു സാധ്യത രണ്ടും കൂടെ വരും. അവരുടെ മെരിറ്റ് ഉണ്ട്, പക്ഷേ ഇതും കൂടെ വരും. അല്ലെങ്കിൽ പിന്നെ സാധ്യത രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് വേണമെന്ന്, പക്ഷെ അതിൻ്റെ സാധ്യത വളരെ കുറവാണ്. എന്തായാലും VD സതീശൻ്റെ ആഗ്രഹവും ഡിമാൻഡും തീർച്ചയായിട്ടും AICC പരിഗണിക്കേണ്ടതുണ്ട്, പരിഗണിക്കുമെന്ന് തന്നെ കരുതാം. കാരണം രണ്ട് വഴിക്ക് പോയാൽ പ്രശ്നമാണ്. KPCC പ്രസിഡന്റ് ഒരു വഴിക്കും മുഖ്യമന്ത്രി വേറൊരു വഴിക്കും പോയാൽ ഭരണം ഒരു കാരണവശാലും സുഗമമായി പോയില്ല. കാരണം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു മീഡിയ സംവിധാനമുള്ള സംസ്ഥാനത്ത് മീഡിയകൾ അത് ആഘോഷമാക്കും, പിന്നെ അത് തമ്മിൽ കുത്തിത്തിരിപ്പും നടക്കത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായി ഗവൺമെൻറ്റുമായി ചേർന്ന് പോകുന്ന ഒരു KPCC പ്രസിഡന്റിനെ വേണം എന്നാണ് VD സതീശൻ്റെ ആവശ്യം. അതിൽ ഞാൻ ഈ പറഞ്ഞ പേരുകളിൽ ആരെയാണ് അംഗീകരിക്കുക എന്നറിയില്ല. KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇതിന് വലിയൊരു സേയുണ്ട്. അദ്ദേഹം ആരുടെ പേര് നിർദ്ദേശിക്കുമെന്നറിയത്തില്ല. വനിതകൾ വരാൻ സാധ്യതയില്ല, പുരുഷന്മാർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാരായിരിക്കും KPCC പ്രസിഡന്റ് എന്നുള്ളത് വലിയൊരു കൗതുകമാണ്. ആരായാലും അവർ ഭരണവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നവരാകരുത്, ഭരണത്തെ സഹായിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് VD സതീശൻ്റെ ഡിമാൻഡ്. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ, ഇപ്പോൾ ഡൽഹിയിൽ CJP സമരവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പാർലമെൻറ്റ് കൂടിയിരിക്കുന്നു, പ്രതിപക്ഷമൊക്കെ വളരെ തിരക്കിലാണ്. അതൊന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതറിയാൻ പറ്റും ആരാണ് KPCCയുടെ പ്രസിഡൻ്റെന്ന്. മാത്രമല്ല KPCC പ്രസിഡന്റ് വരുന്നതിനനുസരിച്ച് ജില്ലകളിലെ 4, 5, 6 ജില്ലകളിലെ പ്രസിഡന്റുമാർ മാറണം, കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കണം. അപ്പോൾ വലിയൊരു അധ്വാനം ഉണ്ട്. അതെല്ലാം പുതിയ KPCC പ്രസിഡന്റ് ചെയ്യട്ടെ എന്നാണ് നിലവിലെ പ്രസിഡന്റ് ധരിച്ചിരിക്കുന്നു എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പ്രസിഡന്റ് വന്നാൽ അദ്ദേഹത്തിന് ഒരുപാട് ദൗത്യം ചെയ്തു തീർക്കാനും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഭരണത്തെക്കൂടി സഹായിക്കുന്ന, അല്ലെങ്കിൽ ഭരണത്തെക്കൂടി നഖശികാന്തം ഇങ്ങനെ ഒരു എതിർചേരി പോലെ നിന്ന്, പ്രതിപക്ഷത്തെ പോലെ നിന്ന് സമരം ചെയ്ത് ബഹളമുണ്ടാക്കി പ്രസ്താവനകൾ ഇറക്കി പ്രസ്താവന യുദ്ധങ്ങൾ നടത്താത്ത ഒരാളിനെ വേണം എന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ KPCC പ്രസിഡന്റിന് KPCCയുടേതായ സ്വാതന്ത്ര്യമുണ്ട്.
യേശുവിന് സ്വാതന്ത്ര്യമുണ്ട്, യൂത്ത് കോൺഗ്രസിന് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സ്വതന്ത്രമായി അഭിപ്രായം പറയും. എന്നാൽ ഭരണവുമായി ഡക്ക് ഓഫ് വാറിലാണ് അല്ലെങ്കിൽ തർക്കത്തിലാണെന്ന് പൊതുജനങ്ങൾക്ക് ഭീതി വരുത്തുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായമുണ്ടാക്കുന്ന നിലപാടുകളിലേക്ക് പോകാതിരിക്കാൻ തീർച്ചയായിട്ടും പി ഡി സതീശൻ്റെ അഭിപ്രായം മുഖവിലയ്ക്ക് എടുക്കുക തന്നെ വേണം.